കട്ടപ്പന പള്ളിക്കവല സെന്റ് മാർത്താസ് നഴ്സറി സ്കൂളിൽ ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. 20ഓളം ഇനം പഴങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്ന ഫ്രൂട്ട്സ് ഫെസ്റ്റ് ഓൾ കേരള ഡാൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പള്ളിക്കവല സെന്റ് മാർത്താസ് നഴ്സറി സ്കൂളിലാണ് ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. 20ഓളം ഇനം പഴങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. പഴവർഗ്ഗങ്ങളെല്ലാം കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നവയാണ്. പരിപാടി ഓൾ കേരള ഡാൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കിത് പഴങ്ങളുടെ ഉത്സവമാണ് അല്ലേ? പഴം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഞാനിത് ഈ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ കുട്ടികള് ഇത്രയും പഴങ്ങളെല്ലാം കൊണ്ടുവന്ന്, നിങ്ങൾ തന്നെ കൊണ്ടുവന്ന പഴങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മൾ ഇന്ന്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട, അതിനുവേണ്ടി തയ്യാറായ ഈ സെന്റ് മാർത്താസ് നഴ്സറി സ്കൂളിലെ പ്രിൻസിപ്പളിനും അതിനോടൊപ്പം തന്നെ സഹകരിച്ച എല്ലാ അധ്യാപകർക്കും, അതിനോടൊപ്പം തന്നെ ഈ മാനേജ്മെന്റിനും എനിക്കുള്ള നന്ദി കടപ്പാടും ഞാൻ ആദ്യമേ അറിയിക്കുക തന്നെയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് പഴങ്ങളെ കുറിച്ച് അറിയുവാനും പഴങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച് അറിയുവാനും ചെറുപ്രായത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുകയും അവയുടെ ഗുണമേന്മകൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പകർന്നു നൽകുകയുമാണ് ഫെസ്റ്റിന്റെ ഉദ്ദേശം. കുട്ടികൾ കൗതുകത്തോടെ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും പഴവർഗ്ഗങ്ങൾ രുചിക്കുകയും ചെയ്തു. വിവിധങ്ങളായ ആപ്പിളുകൾ, മുന്തിരികൾ, പൈനാപ്പിളുകൾ, ഡ്രാഗൺ ഫ്രൂട്ട്, വാഴപ്പഴങ്ങൾ, സീതപ്പഴം, വിവിധ ഇനത്തിൽപ്പെട്ട ഓറഞ്ചുകൾ, തണ്ണിമത്തൻ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിൽ അണിനിരന്നിരുന്നു. പരിപാടിക്ക് പ്രിൻസിപ്പൽ മെറിൻ SMC, വിനയ SMC, മോൻസി SMC, മറ്റധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർ ഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർ ഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.